അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് മദ്രസയിൽ ഇന്ന് കഴിഞ്ഞ തജ്വീദുൽ ഖുർആനിൻ്റെ 4ാം ക്ലാസ്സിൻ്റെ തജ്വീദുൽ ഖുർആൻ ആൻസർ കീയാണ് വായിക്കുന്നത്. പലരും ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനൊരു ക്ലാസ് ചെയ്യുന്നത്. ഒന്നാമതായി കോളത്തിൽ ശരി അടയാളപ്പെടുത്താം. 1, ശ്വാസം വിടാതെ അല്പം അടങ്ങണമെന്ന് സൂചിപ്പിക്കുന്നു. അത് സീനാണ് അതിൻ്റെ അടയാളം. ശക്ത, അതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് 2 ഹർക്കത്തിന്റെ ഖദർ നീട്ടി വഖഫ് ചെയ്യണം. സവാഅൻ, സവാഅൻ എന്നുള്ളതാണ് അതിൽ ഉത്തരം. സവാഅ. മൂന്നാമത്തത് നുസിബത്ത് എന്നതിലുള്ള താഉൽ മജ്റൂറയ, അവസാന താ, അതിന് മജ്റൂറായ താ എന്ന് പറയാം. നാലാമത്തത് അൽ മദ്ദുൽ ആര്, ഉദാഹരണം തജ്രിയാൻ. മദ്ദക്ഷരത്തിന്റെ ശേഷം താൽക്കാലികമായ സുക്കൂൻ വരുമ്പോഴാണ് വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ ഉണ്ടാകുന്ന മദ്ദിന മദ് ആരിൽ എന്ന് പറയാം. അഞ്ചാമത്തത് ഖുർആനിലുള്ള അൽ ഹുറൂഫുൽ മുഖത്ത, 14 ഹർഫുകളാണ്. സൂറത്തിന്റെ 29 സൂറത്തിന്റെ തുടക്കത്തിലാണ് ഈ 14 ഹർഫുകൾ ഓരോന്ന് വരുന്നത്. അതിനാണ് ഹുറൂഫുൽ മുഖത്ത എന്ന് പറയാം. ആറാമത്തത് 6 ഹർക്കത്ത് നീട്ടൽ നിർബന്ധമുള്ളത്. ഏതാണ്? മദ്ദുൽ ലാസിമാണ്. ചേരുമ്പടി ചേർക്കുക. ഏഴാമത്തത് ലഅല്ലഹും യതഫക്കറൂൻ, ലെറ്റർ സി, മദ് ആരിലാണ്. തഫക്കറൂൻ. എട്ടാമത്തത് ആമനഹും മിൻ ഖൗഫ്, ലെറ്റർ ഇ, മദ്ദുൽ ലീനാണ്. ഖൗഫ്. ഒമ്പതാമത്തത് ഫലമ്മ അഫലത്, ലെറ്റർ ഡി, മദ് മുൻഫസിലാണ്. പത്താമത്തെ വസ്സാഫാത്ത്, ലെറ്റർ ബി, മദ് ലാസിം കലിമിയാണ്, കലിമത്തിൽ വന്ന മദ്ദാണ്. 11 റിഹ്ലത്ത ശിതാ, ലെറ്റർ എ, മദ് മുൻഫസില, മദ് മുത്തസിലാണത്. പൂരിപ്പിക്കുക. 12ാമത്തത് ചേർത്തി ഓതുമ്പോഴും വഖഫ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന സുക്കൂനാണ് സ്ഥിരമായ സുക്കൂന്. 13ാമത്തത് കാഫ് ഹാ യാ ഐൻ സ്വാദ്, ഇതിൽ 3 സ്ഥലത്താണ് മദ്ദുൽ ലാസിം ഉള്ളത്. 14ാമത്തത് ഖുർആനിൽ ഹുറൂഫുൽ മുഖത്ത കൊണ്ട് തുടങ്ങുന്ന 29 സൂറത്തുകളാണുള്ളത്. 15ാമത്തത് അൽ മദ്ദുൽ ആരിദ്, 3ന്റെ ഖദർ നീട്ടലാണ് നല്ലത്. 16 താ മർബൂത്തക്ക് തനീസ് എന്നും പേരുണ്ട്. ഹാത്തായിനാണ് താൽ മർബൂത്ത എന്ന് പറയുന്നത്. 17 ഗഫൂറ എന്നതിൽ അസ്ലിയായ മദ് കൊടുത്ത് വഖഫ് ചെയ്യണം. ഗഫൂറ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18ാമത്തെ ക്വസ്റ്റ്യൻ, മദ്ദുൽ ലീന് എത്ര അലിഫിന്റെ ഖദർ ചുരുക്കലാണ് നല്ലത്? 2. 19 ബിനഫ്സി എന്നതിൽ ഏത് മദ്ദിലാണ് വഖഫ് ചെയ്യേണ്ടത്? മദ് അസ്ലിയാണ്, ബിനഫ്സി. 20 അലിമത്ത് എന്നതിലുള്ള തായിന്റെ പേരെന്ത്? താഉ തനീസ്. 21 ഖുർആനിൽ എത്ര സ്ഥലങ്ങളിൽ സക്ത ഉണ്ട്? 4 സ്ഥലങ്ങളിൽ. 22 ഖാഫ്, ഇത് ഉച്ചാരണത്തിൽ എത്ര അക്ഷരമുണ്ടാകും? 3 അക്ഷരമുണ്ടാകും. ഖാഫ്. ഒന്ന് ഖാഫ്, പിന്നെ നീട്ടാൽ അലിഫ്, പിന്നെ ഫാ. 23 അല്ലമൽ ഖുർആൻ, ഇതിലുള്ള മദ് ഏത്? മദ് ആരിദാൻ. ഖുർആൻ മദ്ദക്ഷരത്തിന്റെ ശേഷം വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനാണ് മദ് ആരിദ് എന്ന് പറയുന്നത്. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24ാമത്തെ ക്വസ്റ്റ്യൻ, അൽ മദ്ദുൽ ലാസിം എന്നാൽ എന്ത്? മദ്ദക്ഷരത്തിന് തൊട്ടുപിറകെ സ്ഥിരമായി സുക്കൂൻ വരിക. 25ാമത്തെ ചോദ്യം, മദ്ദുൽ മുതതർരിഫിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അസ്ലിയായ മദ്ദിന്റെ ഖദറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. ഇതാണ് 1ാമത്തെ കാര്യം. 2 കാര്യമുണ്ട്. 26ാമത്തെ ചോദ്യം, മദ്ദുൽ ലീൻ എന്നാൽ എന്ത്? ലീനക്ഷരത്തിന് ശേഷം വഖഫിന്റെ കാരണത്താൽ സുക്കൂൻ വന്നാൽ ഉണ്ടാകുന്ന മദ്ദിനാണ്. 27ാമത്തെ ചോദ്യം,
അൽ മദ്ദുൽ ആരിൽ എന്നാൽ എന്ത്? മദ്ദക്ഷരത്തിന് ശേഷം വഖഫിന്റെ കാരണത്താൽ സുക്കൂന് വരിക. ചോദ്യം 28. ഹാ ഉ തൈനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്തെല്ലാം? ഹാഇന്റെ ശബ്ദം പുറത്തു വരാതെ മുമ്പുള്ള അക്ഷരത്തിൽ ശബ്ദം മുറിക്കുകയോ ഹാഇന് പകരം അലിഫ് വരികയോ ചെയ്യരുത്. 29-ാമത്തെ ചോദ്യം. അൽ ഹുറൂഫുൽ മുഖത്തായിൽ നിന്ന് 8 ഏതാ? നൂന്, സ്വാദ്, ഹാ, കാഫ്, യാ, മീമ്, ലാമ്, ഹാ. 14 8 ചോദിച്ചിട്ടുള്ളത്. 30. ലീനക്ഷരം എന്ന് പറയുന്നു ഏതിന്? ഫത്തഹയുടെ ഉടനെ വരുന്ന സുക്കൂനുള്ള വാവ് നൂനും. ഖൗഫ്, ഖുറൈഷ് എന്നൊക്കെ പറയും പോലെ 5 വരിയിൽ കുറയാതെ ബന്ധിക്കുക. 31-ാമത്തത്. അൽ വഖഫു അൽ മുനവ്വൻ, തൻവീനിന്റെ മേൽ വഖഫ് ചെയ്യുന്നതിനെ കുറിച്ച് എഴുതാനാണ്. ഫതഹ തൻവീൻ വരുന്ന എല്ലാ പദങ്ങളിലും അസ്ലിയായി മദ് നൽകിയാണ് വഖഫ് ചെയ്യേണ്ടത്. എന്നാൽ ഫതഹ തൻവീനുള്ള താ മർബൂത്തയിൽ സുക്കൂനുള്ള ഹ ആയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഉദാഹരണം ലാ തസ്മഉ ഫീഹാ ലാഗിയ, ഹ ആയിട്ട്. എന്നാൽ സവാ, മാ പോലെ ഹംസയുടെ മുമ്പ് അലിഫുള്ള പദങ്ങളിൽ ഹംസക്ക് ശേഷം അലിഫ് എഴുതാറില്ല. ഇവിടെ 2 ഹറക്കത്തിന്റെ ഖദർ അഥവാ ഒരു അലിഫായിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. സവാ, മാ എന്നീ വഖഫ് ചെയ്യേണ്ടത്. അല്ലാഹു തആല ഇനി നടക്കാൻ പോകുന്ന പരീക്ഷകളിലും ഉന്നത മാർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.